നാളികേരത്തിൻ്റെ നാടെന്നറിയപ്പെടുന്ന കേരള ദേശത്തിൽ 2025 ഡിസംബർ മാസത്തിലും 26 ജനുവരി മാസത്തിലുമായി നടന്ന വിവിധ ഘട്ടങ്ങൾ കോർത്തിണക്കിയുള്ള ഒരു വീഡിയോ. ശുദ്ധമായ പച്ച നാളികേരത്തിൽ നിന്നും ശുദ്ധമായ വെളിച്ചെണ്ണയിലേക്കുള്ള യാത്ര. നാളികേരം, പച്ച നാളികേരം തെങ്ങിൽ നിന്നും അടർത്തി തേങ്ങ ഇടുക എന്നാണ് പറയുന്നത്. അതിങ്ങനെ നല്ല പച്ച തേങ്ങയാണിത്. ഇത് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അത് ഉണക്ക തേങ്ങയായിട്ട് മാറുന്ന ഒരു പ്രക്രിയയുണ്ട്. തേങ്ങ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് പൊട്ടിച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അത് കൊപ്രയാക്കുന്ന ഒരു പ്രോസസ്സാണ്. ഉണക്കത്തേങ്ങ സാധാരണഗതിയിൽ ഒരു 5-6 മാസമൊക്കെ പഴക്കമുള്ള പച്ചത്തേങ്ങയാണ് ഉണക്കത്തേങ്ങയായിട്ട് ഉപയോഗിക്കുന്നത്. അത് വെട്ടുകത്തിയൊക്കെ ഇട്ട് വെട്ടി അത് അതിനകത്തെ മാംസമുള്ള ഭാഗമെല്ലാം എടുത്ത് ഉണക്കാൻ വെക്കുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരു 6-7 ദിവസമൊക്കെ നല്ല വെയിൽ കിട്ടിയാൽ വേണ്ട ഉണക്കാകും. ഇത് പൊട്ടിച്ച ഉണക്കത്തേങ്ങയാണ്. അതിനകത്തെ ജലത്തിൻ്റെ അംശം, വാട്ടർ കണ്ടൻറ്റ് മാറ്റുക എന്നുള്ളതാണ് ഈ ഉണക്കിൽ കൂടി ചെയ്യുന്നത്. അപ്പം ജലാംശം മാറുമ്പോൾ അത് ചെറുതാകുകയും ചെയ്യും. കാക്കയ്ക്കും മറ്റ് പക്ഷികൾക്കും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് തേങ്ങ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ നെറ്റ് പോലൊക്കെ ഇട്ട് വേണം വീടിൻ്റെ മുകളിൽ വെളിച്ചം, സൂര്യപ്രകാശം ലഭിക്കുന്ന സമയത്ത് അത് ഉണക്കാൻ. ഇത് ഏകദേശമൊക്കെ ഒരു 3 ഫുൾ ഡേ ഉണക്ക് കിട്ടി. ഇത് നല്ല സൂര്യപ്രകാശമുള്ള മാസങ്ങളിലാണ് സാധാരണ ഇത് ചെയ്യുന്നത്. ഡിസംബർ മാസം കുഴപ്പമില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലൊക്കെ കേരളത്തിൽ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അങ്ങനെ അത് 3 ദിവസം ഉണങ്ങിയ തേങ്ങ വീണ്ടും നല്ലതുപോലെ ഉണങ്ങാനായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ്. വെട്ടുകത്തിയിട്ട് ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചില അഭ്യാസങ്ങൾ കാണിക്കുന്നത്. ഇതൊക്കെ വളരെ നാക്കായിട്ട് വെട്ടുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ധാരാളമുള്ള നാടാണ് കേരളം. ഞങ്ങളുടെ അമ്മയൊക്കെ നല്ല സുന്ദരമായിട്ട് എന്ത് സ്പീഡിലാണ് വെട്ടിക്കൊണ്ടിരുന്നതെന്നൊക്കെ ഇപ്പം ഓർക്കുകയാണ്. ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്വയം ഇത് ചെയ്യുന്നത്. കൊച്ചിലെ തൊട്ടേ വീട്ടിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അമ്മയും കുണ്ട്രയിൽ അമ്മാമയും എല്ലാം ഇതിൻ്റെ എക്സ്പേർട്സാണ്. അവരൊക്കെ പഠിപ്പിച്ച് തന്ന പാഠങ്ങൾ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംരംഭം നോക്കുന്നത്. അതുകൊണ്ട് സ്പീഡിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും അതിനെ ഉണക്കണം. വെള്ളം മുഴുവനും ഇല്ലാതാകണം. അങ്ങനെ അത് അങ്ങ് ഡ്രൈ ആയി അതിനകത്ത് പിന്നെ ആ ഒരു ഫ്ലഷി പാർട്ടും പിന്നെ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന എണ്ണയും മാത്രമേ ഉള്ളൂ. ഒന്നും കളയത്തില്ല. ആറ്റിൽ കളയുവാണേലും അളന്നേ കളയാമെന്ന് പറഞ്ഞ പോലെ കളയത്തില്ല. അതിൻ്റെ തേങ്ങയുടെ ചെറിയ ചെറിയ പൊടികളെല്ലാം എടുക്കുകയാണ്. ചിരട്ടയുടെ പൊടിയൊക്കെ മാറ്റും. ഇതൊക്കെ മാനുവൽ സെപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. അരിപ്പയൊന്നുമില്ല. ഇത് വളരെ ക്രൂഡായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി അതൊരു 2-3 ദിവസത്തോടെ ഉണക്കി കഴിഞ്ഞാൽ നല്ല പറ്റിയ ഉണക്കാവും. ഇതൊക്കെ ഒരു കണക്കുണ്ട്. അത് വീണ്ടും വെയിലത്ത് വെക്കുക എന്നുള്ളതാണ്. വീടിൻ്റെ മുകളിൽ ടെറസിൽ നല്ല വെയിൽ കിട്ടും. ഒരു ദിവസം ഒരു 10 മണി തൊട്ട് ഒരു 3 മണി വരെ ഒരു 5 മണിക്കൂർ നല്ല വെയിൽ കിട്ടിയാൽ ധാരാളം. അങ്ങനെ ഇനിയൊരു 2-3 ദിവസത്തോടെ നല്ല ഉണക്കാണെങ്കിൽ പെർഫെക്റ്റ് ഉണക്കാവും. ഇത് സ്വല്പം പഴകിയ തേങ്ങയാണ്. അതുകൊണ്ടാണ് അതിനൊരു ചെറിയ കളർ വ്യത്യാസമൊക്കെ ഉള്ളത്. എന്നാൽ ഒത്തിരി പഴകാത്ത ഒരു 3-4 മാസമൊക്കെ പഴക്കം മാത്രമുള്ള തേങ്ങയാണെങ്കിൽ ഇങ്ങനൊരു മഞ്ഞ കളർ പോലെ കാണത്തില്ല. ഇതിനകത്ത് കുറച്ച് 1 വർഷത്തിലധികം പഴക്കമുള്ള തേങ്ങയുണ്ട് ഈ ഗ്രൂപ്പിൽ. എന്തായാലും ദേഹമനങ്ങി മലയാളികൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണിത്. പുതിയ തലമുറയൊക്കെ ഇതൊക്കെ ഒന്ന് ചെയ്യണം. നല്ല രസമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ
നമ്മളുടെ ജീവിതത്തിന് തന്നെ ഒരു പുതിയ ഡയമെൻഷനൊക്കെ കിട്ടും. കണ്ടോ, ഇത് വളരെ ഈവനായിട്ട് വിരിച്ചിട്ട് വീണ്ടും നെറ്റിട്ട്, കാരണം ഇനിയും കാക്കയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായപ്പോൾ. അതുകൊണ്ട് വീണ്ടും കാക്കയിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി, കാക്കയൊക്കെ വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത്, കാക്കയൊന്നും കാണാനില്ല. വേറെ കാര്യം, അണ്ണാനും എടുത്തുകൊണ്ട് പോകും, വീടിൻ്റെ മുകളിൽ നിന്ന് അണ്ണാൻ എടുത്തുകൊണ്ട് പോവും. കുറച്ച് കഷ്ണമൊക്കെ അവർ കൊണ്ടുപോകും, അണ്ണാൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി കൊണ്ടുപോകാറുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ഇനി ഒരു 2 ദിവസത്തോടെ ഈ പരുവത്തിൽ ഉണങ്ങി കിട്ടണം. ആ ഒരു പ്രോസസ് റോം വാസ് നെവർ ബിൽറ്റ് ഇൻ എ ഡേ എന്നാണ്. അല്പം മെനക്കെട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇത് അവസാനം തേങ്ങ ആട്ടുന്ന ദിവസമായിരിക്കുകയാണ്. അന്ന് രാവിലെ ഒരു മണിക്കൂർ വെയിലത്ത് വെച്ചൊന്ന് ഫൈനൽ. ഇത് കുണ്ട്രയിലാണ്, ബാക്കി എല്ലാ പ്രോസസ്സും കുറ്റപ്പുഴയിലാണ് ചെയ്തത്. ഇത് കുണ്ട്രയിൽ വന്ന് കണ്ടോ, ഇപ്പോൾ നമുക്ക് ഒടിച്ചാൽ എണ്ണ കാണും, ടക്കെന്നൊരു ശബ്ദം കേൾക്കും, ഒരു ക്രിസ്പി സൗണ്ട് കിട്ടും. ഇനി തേങ്ങ ആട്ടുക എന്നുള്ള പ്രോസസ്സാണ്. അത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുണ്ട്രയിലെയും തിരുവല്ലയിലെയൊക്കെ ഉള്ള ബാക്കിയുള്ള തേങ്ങകളെല്ലാം ഇങ്ങനെ ഉണക്കി കൊപ്രായാക്കി, കൊപ്ര എന്നാണ് പറയുന്നത്. കുണ്ട്രയിലെ നമ്മുടെ പള്ളിമുക്കിനും ആശുപത്രി മുക്കിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് ഇടതുവശത്തായിട്ട് ഒരു മില്ലുണ്ട്. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് അവിടെയാണ് കൊണ്ടുപോകുന്നത്. അത് പുതിയ ടെക്നോളജി, എസ്പെല്ലർ അല്ല, പഴയ ചക്കിൻ്റെ മില്ലാണ്. അതിലേക്കുള്ള വിശേഷങ്ങൾ നമുക്ക് കാണുവാൻ സമയമായിരിക്കുകയാണ്. ഇതിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഈ മില്ലുമായിട്ടുള്ള അസോസിയേഷനാണ്. വളരെ ക്ലീനായിട്ട് നീറ്റായിട്ട് നല്ല രീതിയിൽ തേങ്ങയാട്ട് നടത്തിത്തരുന്നതാണ്. സോ വിശ്വഭാരതി സ്റ്റഡി സർക്കിൾ ഈസ് ഹിയർ, ദ ഗ്രേറ്റ് കോക്കനട്ട് ഓയിൽ എക്സ്ട്രാക്ഷൻ സ്റ്റോറി 2026 കാണാം എന്താണ്. സോ കുണ്ട്രയിലുള്ള നമ്മുടെ മില്ലിലെത്തിയിരിക്കുകയാണ്. പള്ളിമുക്കിൻ്റെ തൊട്ടപ്പുറമാണ്, ആശുപത്രി മുക്കിന് ഇപ്പുറം. നമ്മുടെ പ്രിയപ്പെട്ട രാജു ചേട്ടനാണ്. എന്തുകൊണ്ട് ചേട്ടാ, സുഖമായിരിക്കുന്നോ? ഇത് പഴയ ചക്കാണല്ലേ? ഇപ്പൊ ചക്കൊക്കെ മാറി എല്ലാം എക്സ്പെല്ലറൊക്കെ ആയി വരികയാണ്. ഇത് പണ്ട് മൃഗങ്ങളെ ഉപയോഗിച്ചായി ഇങ്ങനെ ചക്കിക്കൂടെ മുന്തിരിയൊക്കെ പിഴിയുന്നതായിട്ട് ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മില്ലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് വെയിറ്റ് നോക്കുക എന്നുള്ളതാണ്. ഇത് പഴയ ഫ്ലോർ ബാലൻസ് ആണ്. ദിസ് ഈസ് കൺസിഡർഡ് ആസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് വെയിങ് ബാലൻസ് സാധാരണ യൂസിനുള്ള. ഇതൊരു പ്രത്യേക രീതിയിലാണ് അതിനകത്ത് വെയിറ്റ് കണ്ടുപിടിക്കുന്നത്. ഞാനത് വർഷങ്ങൾക്ക് മുമ്പേ പഠിച്ചതാണ്. ഇവിടുത്തെ ചേട്ടൻ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇത് ഞങ്ങൾ തൂക്കി നോക്കിയപ്പോൾ 12.5 കിലോ ഉണങ്ങിയ കൊപ്രായുണ്ട്. എന്നിട്ട് പതുക്കെ നമ്മുടെ ചക്കൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ബെൽറ്റുകളും ഒക്കെ വെച്ച് ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു 500 വർഷമായിട്ട് തുടരുന്ന ഒരു ടെക്നോളജി എന്ന് തന്നെ വേണേൽ പറയാം. മൃഗങ്ങളിൽ നിന്നും, പണ്ട് മൃഗങ്ങളായിരുന്നു ഈ ചക്കിനെ ഓടിച്ചുകൊണ്ടിരുന്നത്, തിരിച്ചുകൊണ്ടിരുന്നത്. മുന്തിരി ചക്കായിരുന്നു പ്രധാനമായും ചരിത്രത്തിലുണ്ടായിരുന്നത്. എന്നാലും എണ്ണക്കുരുവിനെ ആട്ടുവാനും ചക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നു. അത് ബീസ് ഓഫ് ബേർഡൻ എന്ന് പറയുന്ന മൃഗങ്ങൾ, കുതിരയും കഴുതയും പിന്നെ കാളയും പോത്തും ഒക്കെയായിരുന്നു. എന്നാൽ അത് മാറി ഇലക്ട്രിസിറ്റിയൊക്കെ വന്നതോടുകൂടി മെഷീൻ റിപ്ലേസസ് ആനിമൽസ്, അങ്ങനെ സിമ്പിൾ ടെക്നോളജി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത തലത്തിലേക്കുള്ള ടെക്നോളജി, എക്സ്പെല്ലർ ടെക്നോളജി ഓൾറെഡി ഉപയോഗത്തിലായിരിക്കുകയാണ്. എന്നാൽ ഇത് ചക്കാണ്, ചക്കിനാണ് കുറച്ചുകൂടെ ശുദ്ധമായ എണ്ണ കിട്ടുന്നത് എന്നുള്ള ഒരാശയമാണ്. അതുകൊണ്ട് നല്ല എക്സ്പെർട്ടൈസോടുകൂടി ചേട്ടൻ എല്ലാം ചെയ്യുകയാണ്. പുതിയ തലമുറയിലെ അനേക ചെറുപ്പക്കാരും കുട്ടികളും ഒന്നും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഈ വർഷം വളരെ കാര്യമായിട്ട് ഇങ്ങനെ ഒരു 2-3 മാസത്തെ മെനക്കേടാണ് ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലുള്ള വീഡിയോ എടുത്ത്
അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു അറ്റൻറ്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. തെങ്ങിൽ തുടങ്ങിയ കഥ അവസാനം വെളിച്ചെണ്ണ വരെയുള്ള ഒരു യാത്ര. പഴയ തലമുറയിലുള്ള ഒരു 40 മുകളിൽ 50 മുകളിൽ പ്രായമുള്ളവർക്കൊക്കെ ഇതറിയാം. വേണ്ട, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. When the dried coconut is pressed, oil comes. Most purified form of coconut oil. എല്ലാം metaphorically we say when you are crushed, it is the divine process to take the best, to extract the best out of you. നിന്നിലെ ഏറ്റവും നന്മയെ പുറത്തെടുക്കുന്നത് നിന്നെ ചതയ്ക്കുമ്പോഴാണ്, ഉടയ്ക്കുമ്പോഴാണ്, ഉടച്ച് വാർത്തെടുക്കുകയാണ്. അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടൊക്കെ തോന്നും, പക്ഷേ അതൊക്കെ പിന്നീട് പ്രോസസ്സിങ് എന്നൊക്കെയുള്ള ഒരു പ്രോസസ്സുണ്ട്. അതിലേക്കൊക്കെ കടന്നു വരാം. അങ്ങനെ അനേക നാളുകളുടെ അധ്വാനത്തിനുള്ളിൽ നിന്റെ അധ്വാനത്തിൻ്റെ മേലെ ക്രഷിങ് പ്രോസസ് നടക്കുമ്പോൾ ഇതാ വരുന്നു ജീവിതത്തിലെ ഏറ്റവും രുചികരമായ തേനും പാലും ഒഴുകുന്ന അനുഭവങ്ങളെന്നൊക്കെ പറയുമ്പോൾ അത് വെറുതെ മടി പിടിച്ചിരുന്നാലൊന്നും തേനും പാലും ഒഴുകത്തില്ല. അതിന് അധ്വാനിക്കണം. ദൈവം തന്ന കഴിവുപയോഗിച്ച് പ്രകൃതിയിലെ വിഭവങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഇതാ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച. എണ്ണ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ അതിൻ്റെ ലൂബ്രിക്കേഷനൊക്കെ ആവശ്യമുണ്ട്. മെഷീൻ പാർട്ട് ആയതുകൊണ്ട് അത് ഈ എണ്ണ എടുത്ത് തന്നെ അതിലങ്ങ് ഒഴിക്കുകയാണ്. എല്ലാം ഒരു നല്ല ടെക്നോളജിക്കൽ പ്രോസസ്സാണ്. സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഞാൻ ഈ പോളിടെക്നിക്കിലൊക്കെ പഠിച്ചതായതുകൊണ്ട് എനിക്ക് യന്ത്രങ്ങളുടെ പ്രവർത്തനമൊക്കെ അറിയാമെന്ന് പറഞ്ഞ പോലെ യന്ത്രങ്ങളുടെ പ്രവർത്തനമൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. ടെക്നോളജി ഈസ് ഓൾവേസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഹ്യൂമൻ പൊട്ടൻഷ്യൽ. മനുഷ്യൻ്റെ കഴിവിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ഈവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്, ഹ്യൂമൻ പൊട്ടൻഷ്യൽ. ഇങ്ങനെ മനുഷ്യ മനസ്സിലാണ് ഈ ടെക്നോളജിയൊക്കെ ആദ്യമായിട്ട് വരുന്നത്. അത് പിന്നീട് റിയൽ ഫോമിലെത്തി. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു സ്വല്പം പഴക്കമുള്ള തേങ്ങയാണ്. അതുകൊണ്ട് അത്ര ഒരു തെളിഞ്ഞ പ്യുവർ കോക്കനട്ട് എക്സ്പീരിയൻസ് ഒന്നും കിട്ടത്തില്ല. ഇവിടെ അരിയാട്ടലും അരിപൊടിക്കലും എല്ലാ പരിപാടിയുള്ള ഒരു മില്ലാണ്. നല്ല ശബ്ദമാണ് അവിടെ നിൽക്കുമ്പോൾ. ശരിക്കും മാനവരാശി ഫ്യൂഡലിസത്തിൽ നിന്നും ക്യാപിറ്റലിസത്തിലേക്കും പോസ്റ്റ് ക്യാപിറ്റലിസത്തിലേക്കും IT ഏജിലേക്കും എല്ലാം വരാൻ നിദാനമായത് ആ ഒരു ഇൻഡസ്ട്രിയൽ ഫേസാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ഇംഗ്ലണ്ട് 14, 15, 16 നൂറ്റാണ്ടുകളിലൊക്കെ. ഞാനും അതിൻ്റെ ഭാഗമൊക്കെ ആവും കൊപ്രാട്ടുന്നതിൻ്റെ. നമ്മൾ പോയി അതൊക്കെ എടുത്ത് ഒരു ചെറിയ ഷോയൊക്കെ കാണിക്കുകയാണ്. സൂക്ഷിച്ചൊക്കെ വേണം. ആ ബെൽറ്റയിലൊക്കെ നോക്കിയൊക്കെ നടന്നില്ലെങ്കിൽ പണി വാളും. അങ്ങനെ ഇതൊരു സെമി പ്രോസസ് ആയിരിക്കുകയാണ്. തേങ്ങാ പിണ്ണാക്കെന്ന് പറയുന്ന ചൂടേറിയ ഒരനുഭവം. കോക്കനട്ട് കേക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു ഫലമായിട്ട് ലോകം ഒത്തിരി മാറി. അതുകൊണ്ട് ഈ ടെക്നോളജി പ്രകൃതിയുടെ വിഭവത്തിൽ നിന്നും വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അത് അരിഞ്ഞ് അതിനകത്തെ ബെസ്റ്റെല്ലാം ഞെക്കി പിഴിഞ്ഞെടുക്കുകയാണ്. നല്ല ഒരു കാഴ്ചയാണ്. അങ്ങനെ എണ്ണ വന്നുകൊണ്ടേയിരിക്കുന്നു. സോ ദിസ് ഈസ് എ ഗ്രേറ്റ് കോക്കനട്ട് ഓയിൽ എക്സ്ട്രാക്ഷൻ പ്രോസസ്. ഇതിപ്പോൾ ഏകദേശം ഒരു 45-50 മിനിറ്റായി തുടങ്ങിയിട്ട്. ഇതിനകത്ത് that churning and pressing process started about 45 to 50 minutes ago, and we are coming to the final phase of it. അവസാന ഘട്ടത്തിലേക്കൊക്കെ വരികയാണ്. ഈ എണ്ണ തെളിയണം. അതൊരു വേറൊരു പ്രോസസ്സാണ്. ഇങ്ങനെ കലങ്ങി മറിഞ്ഞാണ് വരുന്നത്. The best things in life are the result of
പെയിൻസ്റ്റേക്കിംഗ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സസ്. അങ്ങനെയാണ്. അതുകൊണ്ട് ഇതും അങ്ങനത്തെ ഒരു പ്രോസസ്സാണ്. ക്ഷമ വേണം, കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് വേണം, ശക്തി വേണം, കഴിവ് വേണം. അല്പം വെയിലൊക്കെ കൊള്ളാതെ സുന്ദരമായതൊന്നും വരുത്തില്ല. അല്പം വേർക്കാതെ AC അറ്റ്മോസ്ഫിയർ ഒന്നും അല്ല ഇത്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റും ഒക്കെ ആടിക്കഴിഞ്ഞപ്പോൾ ആട്ടുക എന്നാണ് പറയുന്നത്. തേങ്ങ കൊപ്ര ആട്ടി വേണ്ട എണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. കുറച്ച് മട്ടൊക്കെ വരും. അതിൻ്റെ മണം ഒരു വല്ലാത്ത ഒരു പ്രത്യേക ഫീലാണ്. നല്ല ഫ്രഷ് കോക്കനട്ട് ഓയിൽ. ഒന്ന് മണത്ത് നോക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ആ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ കൊപ്ര കളക്ഷനും ഒക്കെ അനുബന്ധ പ്രക്രിയകളാണ്. ഇതെല്ലാം അവിടെ ഇളക്കി മറിച്ചിനി അത് തിരിച്ച് അതിനകത്തോട്ടിടും. ആ ചേണിങ് ആ വെസലിലോട്ട്, ഫർണസ് എന്ന് വേണേൽ പറയാം. വളരെ എക്സ്പെർട്ടൈസോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതതിൻ്റെ മട്ടം എന്നൊക്കെ പറയും. സെഡിമെൻറ്റേഷനോ എല്ലാം അടിഞ്ഞെടുക്കും. എന്നിട്ട് അത് വീണ്ടും ആ വെസലിലോട്ടിട്ട് ഒരു ഫൈനൽ പ്രോസസ്സാണ് ഇനി നടക്കാൻ പോകുന്നത്. അതുകൂടാകുമ്പോൾ അത് പൂർണ്ണമാവും. സോ ന്യൂജൻ, ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ബി ക്രിയേറ്റീവ്. നമ്മൾ റിയൽ ലൈഫിൽ ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ നമുക്ക് സന്തോഷം തരുന്ന കാര്യം വേറെ ഇല്ല എന്നുള്ളത് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ്റെ ഒരു സമ്മറിയാണ്. നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നത് നമ്മൾ ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഫൈനസ്റ്റ്, പ്യൂറസ്റ്റ്, ലാസ്റ്റ് ഡ്രോപ്സ് ആർ കളക്റ്റഡ്. ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഈസ് സംതിങ് ഡിഫറെൻ്റ്. അത് വേറെ കേട്ടോ. തേങ്ങ ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്നതാണ്. ദിസ് ഈസ് നോട്ട് ദാറ്റ്. ദിസ് ഈസ് പ്യുവർ കോക്കനട്ട് ഓയിൽ. അങ്ങനെ തേങ്ങാ പിണ്ണാക്ക് പശുവിന് കൊടുക്കാം. ഫോഡറാണ്. സാധാരണഗതിയിൽ കോഴികൾക്കാണത് കൊടുക്കാറുള്ളത്. നല്ലൊരു കോഴിത്തീറ്റ ആയിട്ടാണ് തേങ്ങാ പിണ്ണാക്ക് ഉപയോഗിക്കാറുള്ളത്. പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ കോഴി ഉണ്ടായതപ്പോൾ അതിവിടെ തന്നെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗം അതിനുണ്ട്. തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഗത്തിനും ഉപയോഗമാണ്, അവസാനം വരെ. അതുകൊണ്ടാണ് അതിനെ കൽപ്പവൃക്ഷം എന്നൊക്കെ പറയുന്നത്. തെങ്ങ്, കോക്കനട്ട് ട്രീ. ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് ദ യൂട്ടിലിറ്റി ഓഫ് എ കോക്കനട്ട് ട്രീ. അവസാനത്തെ ഐറ്റമായ തേങ്ങയിൽ നിന്നും വരുന്ന പിണ്ണാക്ക് വരെ മൃഗങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതവിടുത്തെ മറ്റ് പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കസ്റ്റമേഴ്സൊക്കെ വരും. ഇതിനൊരു ഉച്ചയ്ക്കൊരു 1 മണി സമയത്തായിരുന്നു. അതുകൊണ്ട് തിരക്കൊരു സ്വല്പം കുറയും. വൈകുന്നേരം ആ തിരക്ക് കൂടുന്നത്. ഇതാ തേങ്ങാ പിണ്ണാക്ക് റെഡിയായിരിക്കുകയാണ്. കൊപ്ര ആട്ടിയിട്ടുള്ള ഏത് മനുഷ്യനും അറിയാവുന്ന കാര്യമാണ്. തേങ്ങാ പിണ്ണാക്ക് നല്ല ചൂടോടുകൂടി അതിൽ നിന്ന് അങ്ങോട്ട് എടുത്തൊരു സ്വല്പം ഒന്ന് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു നാട്ടു നടപ്പാണ്. പിണ്ണാക്ക് ഒത്തിരി തിന്നാനൊക്കത്തില്ല, ചെടിക്കും. അതുകൊണ്ട് സ്വല്പം ഒന്ന് നാക്കിലോട്ട് വെച്ച് ചൂടുണ്ടതിന് ആ ഒരു ഫീലും ആ ഒരു ടേസ്റ്റും ഒക്കെ അറിയുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. So the process is over. It is getting ready. തേങ്ങ ആട്ടുന്ന പ്രോസസ്സ്, തെങ്ങിൽ നിന്നും തുടങ്ങിയ പ്രോസസ്സ് ഇതാ ഇവിടെ സമംഗളം പര്യവസാനിക്കുകയാണ്. അവസാനത്തെ തുള്ളി വരെ പിഴിഞ്ഞങ്ങെടുക്കുകയാണ് മനുഷ്യൻ. അല്ല, എടുക്കാതിരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് വിട്ടിട്ട് കോഴിക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. നമുക്ക്
പ്രകൃതിയെ സ്നേഹപൂർവ്വം പ്രകൃതിയുടെ റിസോഴ്സസ് ടാപ്പ് ചെയ്യുന്ന പരിപാടിയാണ്. ഇതെല്ലാം റീപ്ലനിഷബിൾ സോഴ്സാണ്. ഒരു തേങ്ങ വെട്ടിയിട്ടാൽ അടുത്ത തേങ്ങ ഉണ്ടാകും. അങ്ങനെ വെളിച്ചെണ്ണയും തയ്യാറായിരിക്കുകയാണ്. പിണ്ണാക്ക് സെപ്പറേറ്റ് ഒരു ചാക്കിലും ആക്കി എടുക്കും. അത് നമ്മൾ കൊണ്ടുപോയി. ഇത് കണ്ടോ, നല്ല ഫുള്ള് ഡ്രൈ പിണ്ണാക്കായിരിക്കുകയാണ്. കോക്കനട്ട് കേക്ക്. നിന്റെ തലയ്ക്കകത്ത് തന്നെയാണോ തേങ്ങാ പിണ്ണാക്കാണോ എന്നൊക്കെ പണ്ട് ചോദിച്ചു. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. സോ പിണ്ണാക്കിനും അതിൻ്റേതായ വിലയൊക്കെ ഉണ്ട്. ഇനി ആ യന്ത്രമൊക്കെ ഓഫ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് കുത്തി ഇളക്കി വലിയ ബ്ലോക്കായിട്ട് കുറച്ച് അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഈ പ്രോസസ്സ് നല്ലോണം അറിയാം. ഇവിടെ ഈ ചേട്ടൻ്റെ കൂടെ അനേക പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. എപ്പോഴും ഞാനും ഇതിൻ്റെ എടുത്ത് ഇടാനും ഒക്കെ നിൽക്കുന്നതാണ്. ഇപ്പോൾ പിന്നെ ക്യാമറ വർക്ക് ഉണ്ടായതുകൊണ്ട് അഭിമാനത്തോടെ വർക്ക് ചെയ്യണം മൈ ഡിയർ ഫ്രണ്ട്സ്. കരയിൽ നിന്ന് കാഴ്ചക്കാരനായി മാത്രം നിന്നാൽ പോരാ, ഇറങ്ങി പ്രവർത്തിക്കുക. നല്ലൊരു അനുഭവമായിരുന്നു തീർച്ചയായിട്ടും. കാണുന്നവരും നിങ്ങളുടെ പ്രതികരണമൊക്കെ. അങ്ങനെ ഒരു റൗണ്ട് എണ്ണയാട്ടൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അനേക വർഷങ്ങളായിട്ട് രാജു ചേട്ടനുമായിട്ട് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിച്ച് പ്രകൃതിയുടെ വരദാനമായ നാളികേരത്തിന്റെ ഏറ്റവും ഉദാത്തമായ ദ ജ്യൂസ് ഓഫ് കോക്കനട്ട് ട്രീ നമ്മളെടുത്ത നല്ല നാടൻ വെളിച്ചെണ്ണ. അതിനൊരു മണമൊക്കെ ഉണ്ട്. നാളികേരത്തിന്റെ നാടിന്റെ നന്മയാണ്. സോ വെളിച്ചെണ്ണ മണപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. ഞാനൊന്ന് മണപ്പിക്കട്ടെ. എന്തോ പറയുന്നു? എന്തോ പറയാനാ, ഇതുപോലെ എണ്ണ കിട്ടുവാൻ പാടാ. കഠിനാധ്വാനമൊക്കെ ചെയ്ത് ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. അങ്ങനെയുള്ളവരൊക്കെ ധാരാളം കേരളത്തിലുണ്ട്. ദേ ആർ ദ അൺസങ് ഹീറോസ്. ആരും ഒന്നും അറിയത്തില്ല. ഒരു ദിവസം മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. സോ ഞങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രാർത്ഥനയും ആശംസകളും എല്ലാം അറിയിക്കുന്നു. ഇനിയും കാണാം. എല്ലാവിധ സ്നേഹവും സന്തോഷവും ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാന്ന് ചാക്കോ മാഷ് പറയുന്ന പോലെ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. കൊപ്ര ആട്ടലിനും ഒരു കണക്കുണ്ട്. 60% നല്ലതുപോലെ ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ കൊപ്രായുടെ വെയിറ്റിൻ്റെ 60% എണ്ണ കിട്ടുമെന്നാണ്. അതായത് 10 കിലോ കൊപ്രായ്ക്ക് 6 കിലോ. നമുക്ക് 12.5 കിലോ കൊപ്രായ ഉണ്ടായിരുന്നു. ഒരു 7.5 കിലോയോളം കിട്ടിയിട്ടുണ്ട്. അത് തൂക്കി അളന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആറ്റിൽ കളഞ്ഞാലും അളന്നേ കളയാവൂ എന്ന മലയാളിയുടെ ശീലമാണ്. എല്ലാത്തിനും ഒരു കണക്ക് നോക്കുക. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറത്തെ അധ്വാനത്തിന് ശേഷം നല്ല തേങ്ങ വെളിച്ചെണ്ണയുമായിട്ട് തിരുവല്ലായിക്ക് വണ്ടി വിടുകയാണ്. വീണ്ടും സന്ധിപ്പും വരേക്കും വണക്കം. കേരളത്തിന്റെ നന്മകളുമായി വിശ്വഭാരതി വണ്ടി. തേങ്ങാ പിണ്ണാക്കും ഉണ്ട്. പിണ്ണാക്ക് കോഴിക്കും പശുവിനും ഒക്കെ നല്ല ഒരു ഫുഡാണ്. അങ്ങനെ കുണ്ട്രയിൽ നിന്നും പോവുകയാണ്. അടുത്ത പ്രാവശ്യം ഇനിയും കാണാം. എന്നവരേക്കും വിശ്വഭാരതി മൂവിങ് ഓൺ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു 3-4 ദിവസമെങ്കിലും നല്ല വെയിലത്ത് പുറത്തങ്ങ് വെക്കണം. ഒരു ചെറിയ നെറ്റൊക്കെ ഇട്ടടച്ചാൽ മതി, ഇൻസെക്ട്സ് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതങ്ങ് അടിയും. സെഡിമെൻറ്റേഷൻ പ്രോസസ്സാണ് അത്. റിഫൈൻമെൻറ്റിൻ്റെ ഒരു പ്രോസസ്സാണ് അത്. സെഡിമെൻറ്റേഷനിൽ കൂടെ നല്ല വെയിലത്തിരുന്നങ്ങ് അടിഞ്ഞ് തെളിഞ്ഞു വരും. മട്ടുമുണ്ട്. മട്ട് ദേഹത്തൊക്കെ തേച്ച് കുളിക്കാനും ഒക്കെ നല്ലതാണ്. നത്തിങ് ഈസ് വേസ്റ്റ് റിലേറ്റഡ് ടു കോക്കനട്ട് ട്രീ. ഓക്കെ. സോ എണ്ണ ആട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഭരണിക്കകത്താണ്. പഴയ എർത്തേൺ പോട്ടാണ്. ഇതിപ്പം ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു വറ്റൽ മുളക് ഇടണം. പിന്നെ ഈ കല്ലുപ്പെന്ന് പറയുന്ന സാധനമുണ്ട്, റോക്ക് സോൾട്ട് ഒറിജിനൽ. അതിൻ്റെ ഒരു കഷ്ണോട് ഇട്ടേക്കണം.
അമ്മ പഠിപ്പിച്ച പാഠങ്ങളാണ്, എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇതെല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോഴും ഈ കല്ലുപ്പ് അതിനകത്ത് അലിയാതെ കിടക്കും. സോഡിയം ക്ലോറൈഡ് അയണിക് കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളൊക്കെ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഇൻസോലിബിൾ ഇൻ ഓയിൽ എന്നാണ്. വാട്ടറിൽ ഉപ്പ് സോലിബിൾ ആണ്, പക്ഷേ ഓയിൽ ഇൻസോളിബിൾ ആണ്. ഇത് കുറച്ച് തെളിച്ചൊഴിച്ചതാണ്, മട്ട് തെളിഞ്ഞ്. ഇത് സ്വല്പം പഴകിയ തേങ്ങയായതുകൊണ്ടാണ് ഇത് പ്യുവറായിട്ടും തെളിയാത്തത്. പഴകിയതായാലും പ്യുവറാണ്, ഒറിജിനലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭരണിക്കകത്തൊക്കെ നിറച്ച് ഇങ്ങനെ എണ്ണയുടെ ഫൈനൽ പ്രോസസ്സിങ് സ്റ്റേറ്റ് ഒരു വറ്റൽമുളകും ഒക്കെ ഇട്ട് എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ കോക്കനട്ട് ഓയിൽ, തെങ്ങിൽ നിന്നും എണ്ണ വരെയുള്ള ഈ കഥ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതുന്നു. ദ സ്റ്റോറി ഓഫ് കോക്കനട്ട് ഓയിൽ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിൻ്റെ എല്ലാ നന്മകളും ആസ്വദിക്കുന്നു. താങ്ക് യു വെരി മച്ച്.